ഈ സ്ട്രെസ് ഇഞ്ചുറി അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രാക്ചേഴ്സ് കുട്ടികൾക്ക് വേണ്ടി റെസ്റ്റ് കൊടുക്കാതെയും വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാതെയും പോവുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ വളർച്ചയെ ബാധിക്കും. ഡോക്ടർ, അമിതമായ സ്പോർട്സ് ട്രെയിനിങ് കുട്ടികളുടെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ടോ? ഒറ്റ വാക്കിൽ ഇതിന് ഉത്തരം പറയുവാണെങ്കിൽ അതെ എന്നാണ്. പിള്ളേരുടെ എല്ലുകളിൽ ഗ്രോത്ത് പ്ലേറ്റ് അല്ലെങ്കിൽ ഫൈസസ് എന്ന മൃദുവായിട്ടുള്ള ഒരു ഭാഗങ്ങളുണ്ട്. ഈ ഓവർ ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഓവർ യൂസ് ഇഞ്ചറിയും ഉണ്ടാകുമ്പോൾ ഈ ഫൈസസിന് ഡാമേജ് ഉണ്ടാകാം. അതിൽ സ്ട്രെസ് ഇഞ്ചറി അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രാക്ചേഴ്സ് ഉണ്ടാകാം. ജനറലായിട്ട് സ്പോർട്സിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ തീർച്ചയായും വളർച്ചയെ ബാധിക്കില്ല. അവരുടെ വളർച്ച നിർണ്ണയിക്കുന്നത് അവരുടെ ജനറ്റിക്സ്, ന്യൂട്രിഷൻ, അതുപോലെ തന്നെ ജനറലായിട്ടുള്ള ആരോഗ്യസ്ഥിതിയുമാണ്. ശ്രദ്ധിക്കേണ്ടത് ഒരാഴ്ചയിൽ കുട്ടിയുടെ ഏജിനെക്കാട്ടിലും കൂടുതൽ അവേഴ്സ് ട്രെയിനിങ്ങിൽ ഏർപ്പെടരുത്. അതേസമയം ആഴ്ചയിൽ 1-2 ദിവസം അവർക്ക് വേണ്ട രീതിയിൽ റെസ്റ്റും കൊടുക്കണം. പിന്നെ ഒരു വർഷം മുഴുവൻ ട്രെയിൻ ചെയ്യുമ്പോൾ ചില മാസങ്ങൾ അവർക്ക് ഗ്യാപ്പ് കൊടുക്കണം. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചു പോകുകയാണെങ്കിൽ കൂടുതലും സ്ട്രെസ് ഇഞ്ചറികൾ ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വേദന മൂലം ഉണ്ടാകാവുന്ന മുടന്തുകൾ അല്ലെങ്കിൽ രാത്രിയിൽ ഉണ്ടാകുന്ന വേദന, അതും പോരാതെ ഈ സ്പോർട്സിൽ ഏർപ്പെടുമ്പോൾ അവരുടെ പെർഫോമൻസ് കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.